ഇവൻ തരാനുള്ള 4000 രൂപ ഇങ്ങ് തന്നായിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഇത് ഒരു ഉപകാരമില്ലാതെ ഇരിക്കുക. എങ്ങനെ ചോദിക്കും? ഇൻഡയറക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഇറക്കാം. അബു സാലിം, അയ്യോ അതെന്തോ 2 മണിക്കൂറായിട്ട് ഷുഗർ കട്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ചെയ്താൽ ജോലിയും വരുമെന്ന് പറഞ്ഞു. നമ്മളന്ന് ചിക്കൂസ് മാളിൽ പോയി ഓർമ്മയുണ്ടാ? ആ, അന്ന് നീ ഓഫറിനൊരു ഷൂ എടുത്തായിരുന്നല്ലേ? അന്ന് നീ പാൻ കാർഡ് കാണിച്ചിട്ട് ATM കാർഡിൽ കാശില്ല എന്ന് പറഞ്ഞോണ്ട് ഞാനാ 4000 രൂപ തന്നത്. മൂന്നെല്ലാം ഒതുക്കിയാടാ. ഇനി രക്ഷയില്ലാടത്തൻ ഇറക്കാം. എനിക്കാടാ ഒരു 5000 രൂപയുടെ ആവശ്യമുണ്ട്. 1000 സെറ്റായി. ഇനി ഒരു 4000 അല്ല ഒരു 4000 രൂപയുടെ കുറവുണ്ട്. എനിക്കാടാ ആ, 1000 രൂപയുടെ ആവശ്യമുണ്ട്. നിനക്ക് ആ 4000 സെറ്റായില്ലെങ്കിൽ ആ 1000 അങ്ങ് തരുവോ കണ്ണാ? തെണ്ടി, എന്ത് പാത്രത്തിൽ തണ്ടതാ നീ കൈ തണ്ടത് എന്നോട് കാശ് ചോദിക്കുന്നോടാ? ആരോ വന്ന്. ഇതാര്? ആരായാലും കറക്റ്റ് സമയത്തിനാ വന്നേ. ഹായ്. സൂസിന്റെ കാര്യം ഞാൻ വിട്ടിട്ടില്ല. എടാ ഇതെന്റെ കസിൻ. അല്ല, ഇവന്റെ ഏത് കസിൻ? കല്യാണത്തിന് കേട്ടിട്ടുണ്ട്. അല്ല, അച്ഛന്റെ ബന്ധമാണോ അമ്മയുടെ ബന്ധമാണോ? അതൊന്നും എനിക്കറിയാൻ വയ്യ. ഞാൻ പോകുന്ന എല്ലാ കല്യാണത്തിനും സ്ഥിരം അവനെ കാണാറുണ്ട്. അപ്പൊ പിന്നെ കസനായിരിക്കത്തില്ലേ അല്ലേ? അതിപ്പം കാറ്ററിംഗുകാരനായിക്കൂടെ? ഇവൻ വിളിക്കാത്ത കല്യാണത്തിന് ചോറുണ്ണാനൊക്കെ പോകുന്നു. എടാ ഇവന് നാട്ടിൽ ഭയങ്കര നെഗറ്റീവ് എന്ന്. ഇവിടെ നിന്നോട്ടും ഭയങ്കര നെഗറ്റീവ്. അപ്പൊ ഇവിടെ 2 ദിവസം നിർത്തി നമുക്ക് ചില്ലാക്കി വിടാം. കസിനെ, ആ എടാ കസ തുറയടാ. ദാ വരുന്ന്. ഈ ബാത്റൂം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വൃത്തിയാക്കിയിട്ടൂടെ? നിനക്ക് കിടക്കാനൊന്നും ഇല്ലല്ലോ അത്. എന്ത് എന്തുവാടാ നിർമ്മിച്ചു വെച്ചേക്കുന്നത്? സോറി, കളയടാ. ഒരു ഞെക്കിന്റെ കാര്യമല്ലേ ഉള്ളൂ. ഒരു ഞെക്കും. അവിടെ പോയി നിൽക്ക്. ജിമ്മിന് പോകുന്നുണ്ടോ? പോന്നില്ല. ബോഡി കണ്ടപ്പോ തോന്നിയല്ലേ? ഇല്ല, പോകുന്നില്ലെങ്കിൽ പോവാൻ പറഞ്ഞ. എന്തോന്നിത്? എടാ നിന്റെ ആ കസിൻ ചെറുക്കന് വൃത്തി എന്ന് പറഞ്ഞ സാധനം ഇല്ലാട്ടാ. എന്താടാ? ഇവൻ വാടക കൊടുത്ത് ഞാൻ കയറി താമസിക്കുന്ന ഫ്ലാറ്റില് വലിഞ്ഞു കയറി വന്നിട്ട് എന്നെ പറ്റി നെഗറ്റീവ് പറയുന്നു. എന്താ പറഞ്ഞേ? എനിക്ക് മസിലില്ലെന്ന്. അത് സത്യല്ലേ? മസിൽ മെമ്മറി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. എടാ, ഈ റൂമിന്റെ തറ മൊത്തം മുടിയാണല്ലോ. ഇവന്റെ മുടി കൊഴിയുന്നുണ്ടോ? അത് ഇവന്റെ മുടി. കണ്ടാ പറയില്ലാട്ടാ. കണ്ടാ ഉള്ള പോലെ ഉണ്ടേലും ഉള്ളില്ല. എടാ നീ ഇങ്ങനെ നെഗറ്റീവ് മാത്രം പറയാണ്ട് പോസിറ്റീവായിട്ട് എന്തെങ്കിലും പറ. മെനഞ്ഞാ നിന്റെ പെങ്ങൾ ഓടിച്ചോടി പോയായിരുന്നു. അതിനകത്ത് എവിടാ പോസിറ്റീവ്? അതെ, കല്യാണം നടത്തണമെങ്കിൽ എത്ര രൂപയുടെ ചെലവെന്നും പറഞ്ഞാ. ഇതിപ്പോ ഞാനും എന്റെ ഫാമിലി എത്ര രൂപ ലാഭിച്ച്. പോസിറ്റീവ് അല്ലേ? എന്നാ അടുത്ത പോസിറ്റീവ് പറയടാ. ഈ ഇടയ്ക്ക് എന്റെ അമ്മൂമ്മ തട്ടിപ്പോയായിരുന്നു. ഓ, അതിലെവിടാ പോസിറ്റീവ്? ഞാൻ പോസിറ്റീവ് കണ്ടെത്തി. ഞാൻ ഇതൊരു ആംബുലൻസിൽ കയറിയിട്ടില്ലായിരുന്നു. അമ്മൂമ്മ തട്ടിപ്പോയിട്ട് എനിക്ക് ആംബുലൻസിൽ കയറാൻ പറ്റി. പോസിറ്റീവ് അല്ലേ? ഇറക്കി വിടറാ. ഞാൻ മാത്രം എന്റെ ബാഗ് ഉണ്ട്. എടോ, നെഗറ്റീവിലും പോസിറ്റീവ് കണ്ടെത്താൻ പഠിക്കണോ? എന്റെ വക്കീലെ പണ്ടങ്ങേരി കുറെ തോന്നിയ ദിവസം കാണിച്ച് ജയിലിൽ കയറുമ്പോൾ ജാമ്യത്തിറക്കാൻ ഞാൻ മാത്രമേ ഉള്ളായിരുന്നു. 5-10 രൂപ ഒന്നും അല്ല എന്റെ മുടങ്ങിയത്. എന്റെ ജോമോനെ, നീ നിന്റെ അച്ഛന്റെ അവസ്ഥയോട് മനസ്സിലാക്കണ്ടേ? എന്തോന്ന് അവസ്ഥ? പണ്ട് കണ്ടന്റെ നെഞ്ചത്ത് കയറുമ്പോൾ അല്ലെങ്കിൽ തിരിച്ച് ചന്തിക്ക് മെട്ട് കിട്ടുമെന്ന്. എന്തൊക്കെ പറഞ്ഞാലും അങ്ങനെ ആസ്തിയുടെ 75% എനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. മെല്ലെ മെല്ലെ മെല്ലെ. അവിടെ അതെ, ആ സ്വത്തൊക്കെ ഇങ്ങനെ എഴുതി തരണേ. മാറ്റിച്ചായോ? എന്നാ ഉണ്ട്? ഭയങ്കര സുഖം. വൈകിട്ട് ഇനി നീന്താനൂടെ പോണോന്ന്. വക്കീലെ എന്താന്ന് വെച്ചാൽ മേടിച്ചു. മാറ്റിച്ചായ, കണക്ക് പ്രകാരം ഈ വീടും വസ്തുവും 2 ഏക്കർ സ്ഥലവും പിന്നാസ പരിധിയിലെ തൊട്ടും ആർക്കാ? ചായ. എന്റെ വക്കീലെ ഇങ്ങനെ വാർന്ന് നിങ്ങൾ സ്ഥലം വീതം വെക്കാന്നൊന്നും വിചാരിക്കണ്ട. ഇങ്ങനെ ആകെ വാർക്കുന്നത് ചായേ വടയും പഴംപൊരി. ഇങ്ങനെ പോയാൽ ഞാൻ ഇങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടിരുത്തും. 10 കാശുണ്ടാക്കായിരുന്നു. ആ, നീ ഉണ്ടാക്കും കുറെ. എന്റെ പൊന്നപ്പനാടാ അത്. എന്റെ പൊന്നു വക്കീലെ ഒന്ന് വീതിക്ക്. മാറ്റിച്ചായോ, നാട്ടിനനുസരിച്ച് വീടും വസ്തുവും ഇളയമകനുള്ളതാണ്. ഓക്കെ, നാട്ടുകാരെ തീരുമാനം ഞാൻ അംഗീകരിക്കുന്നു. അതേപോലെ തന്നെ സബർജിലി തോട്ടം മൂത്തമാരുടെ കിട്ടെ. അതേത് നാട്ടുകാരൻ പറഞ്ഞു? ഞാൻ ഇടുക്കിക്കാരൻ. നിങ്ങൾ എന്റെ കൂടെ ഞാൻ അപ്പനോട് സംസാരിച്ചിട്ട് വരുന്നു. ഇത്രയും കുഴപ്പം പിടിച്ചൊരു കേസ്. പുള്ളിയുടെ എഴുത്ത് പ്രകാരം വീടും വസ്തുവും 2 ഏക്കർ സ്ഥലവും ഇളയമാനുള്ളതാണ്. ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. പുള്ളി ഇടയ്ക്ക് തേനിയിൽ തേനെടുക്കാൻ പോകത്തില്ലേ? അവിടെ പുള്ളിക്ക് ഒരു ചിന്ന വീടുണ്ട്. അവിടെ ഒരു ചിന്ന പയ്യനുണ്ട്. അതാണ് ഇളയ മകൻ ചിന്നാട്. പിന്നെ സബർജലി തോട്ടം മൂത്ത മോനെ ആട്ടം നിർത്ത്. പുള്ളി ഇടയ്ക്ക് വേളാങ്കണ്ണി തൊഴാൻ പോകത്തില്ലേ? അവിടെ ഒരു മൂത്ത വീടുണ്ട്. അവിടെ ഒരു മൂത്ത പുത്രനും ഉണ്ട്. അവനാണ് മുത്തച്ചാമി. എല്ലാം തീർപ്പായില്ലേ? അതെ, ഞാൻ ക്യാമറാമാൻ ആയ പോരെ? പോരാ, നിന്നെ അതിനകത്ത് കണ്ടുപോയി. നീ ഒന്ന് ആലോചിച്ചൊക്കെ, ഈ വീഡിയോ അല്ലേ നാളെ നിന്നെ ഒരു കട ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കുന്നു. അതൊക്കെ നല്ലതാ. കഴിഞ്ഞ വീഡിയോ പോലെ ആവൂ. അത് സ്ക്രിപ്റ്റിന്റെ അല്ലേ? ഇത് ഉഗ്ര സ്ക്രിപ്റ്റ് അല്ലേ? ഇത് ഫോൺ മുടിച്ചോണ്ട് ഓടുന്നത്. നീ ഒന്ന് ചിന്തിച്ചോക്കെ, നമ്മൾ ഒരാളുടെ ഒരു സാധനം തട്ടിപ്പറിച്ചോണ്ട് പോയിട്ട് പിന്നെ അതായത് തിരിച്ചു കൊടുക്കുമ്പോൾ അയാളുടെ മുഖത്ത് വരുന്നൊരു സന്തോഷമില്ലേ? അതാണ് നമ്മുടെ കണ്ടന്റ്. ആ ഹലോടാ, ഞാൻ ഇവിടെ എണ്ണയായിരുന്നു ആശ്രാമത്തേക്കുന്നത്. എനിക്ക് അത്യാവശ്യമായിട്ട് പോലീസ് സ്റ്റേഷനിൽ ഹാജരായേ പറ്റത്തുള്ളൂ. നീ പെട്ടെന്ന് എണ്ണയും വാങ്ങിച്ചോണ്ടെന്ന് ആശ്രാമത്തോട്ട് വരാമോ?
നീ ആശ്രാമത്ത് എത്തിയിട്ട് തന്നെ വിളി. ചേട്ടാ ആ മൊബൈൽ ഫോൺ തരാമോ? ഒരു കോൾ ചെയ്യാൻ. എൻ്റെ ഫോൺ എയറോപ്ലെയിൻ മോഡിലായി പോയി. മാറ്റിയാ പോരെ. ടച്ച് വർക്ക് ആവുന്നില്ല. ഹലോ ഡാ ചേട്ടാ, കടയിലെ ചേട്ടാ മിക്സിയിലാ ജ്യൂസ് അടിക്കുന്നേട്ടാ. അതെ, മനുഷ്യന്റെ ജീവൻ പോയില്ലെന്നേ ഉള്ളു. അത് കുഴപ്പമില്ല. എന്നാ കൊണ്ട് കൊടുക്കട്ടെ? വേണ്ട വേണ്ട, 1 മണിക്കൂർ കഴിഞ്ഞ് കൊണ്ട് കൊടുത്താൽ. പുള്ളി ഇപ്പോൾ ഡൗൺ ആയിരിക്കുക. ഫോൺ കൈ കിട്ടുമ്പോഴുള്ള ഹാപ്പിനെസ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ക്യാപ്ചർ ചെയ്യാൻ പോകുന്നത്. പുഷ്പു, യു ആർ ദ പ്രാങ്ക് സ്റ്റാർ. ബാക്കി പുഷ്കരൻ ക്യാപ്ചർ ചെയ്തോളാം. പോയിക്കോ. സുഹൃത്തെ, ഭയന്നു പോയോ? ഇത് പൂപ്പു യൂട്യൂബ് ചാനലിന്റെ ഒരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു. നാളെ ചേട്ടൻ ശരിയാണ് ലോകം കാണാൻ പോകുന്നത്. എന്നെ ഇപ്പൊ ആർക്കും വേണ്ട. പഴയതുപോലെ ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല, കുളിക്കാൻ പറ്റുന്നില്ല, ഒന്നിനോടും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഇത് ഡിപ്രഷനാ. ഇതെല്ലാരും അറിയിക്കണം, ഇല്ലേ ഞാൻ അറിയിക്കും. അടുത്ത കളി കളിക്കാം. ട്രൂത്ത് ഓർ ഡെയർ? ട്രൂത്ത്. ഇന്നലെ നിന്റെ ഇവിടെ ബീച്ചിൽ മണൽ വാരിക്കൊണ്ടിരുന്ന കൊച്ചേതാടാ? പയറ് അങ്ങ് പറഞ്ഞാ മതി. ഇവന്മാർക്കൊന്നും ഒരു സങ്കടവും ഇല്ലേ? എന്റെ ഓളെ പിടിക്കുന്ന വെച്ച പേരെന്തോന്ന്? ഓറിയ. ഓറിയ ബിസ്ക്കറ്റ് ആകും. ഓ ഇൻഷല ഓറിയ. ഇന്നലെ എന്തോ ഇടപാട്? ബീച്ച് ഡേറ്റ്. ട്രൂത്ത് ഓർ ഡെയർ? നോ വൺ കെയർ. എന്തോന്ന്? ഒന്നുമില്ലടാ, ഒന്നുമില്ല. ആ, ട്രൂത്ത് ഓർ ഡെയർ? പൊന്നി. ഫസ്റ്റ് കിസ് എപ്പോഴായിരുന്നു? ഇല്ലല്ലേ? ജൂലൈ 30, 12, 40. വേറെ വഴിയില്ല. അയ്യേ, അതെ. വാട്ട്സ് ദ ടൈം നൗ? സമയത്രേ? വാച്ച് ചത്തിരിക്കുക. ഓ, എന്റെ ജീവിതം പോലെ. എന്തോന്ന്? ഒന്നുമില്ലടാ. ഒന്നുമില്ലേ, വേണ്ട. ട്രൂത്ത് ഓർ ഡെയർ? അതെ. നിങ്ങളൊക്കെ എന്ത് ഹാപ്പി അല്ലേ? ആടാ, ഇന്റർവ്യൂ പൊട്ടി ജോലിയും കൂലി ഇല്ലാതിരിക്കുമ്പോ ഭയങ്കര ഹാപ്പിയാ. ദൈവമേ, എന്നെയൊക്കെ വലിയ ഡിപ്രഷനും. എന്റെയൊക്കെ വെച്ച് നോക്കുമ്പം നിങ്ങളെയൊക്കെ എന്ത് ചെറുതല്ലേ? എന്ത് പ്രശ്നം? എന്തോ മോനെ നിന്റെ പ്രശ്നം, പറ. യെസ്, ഇതാണ് ഞാൻ ആഗ്രഹിച്ച ചോദ്യം. പക്ഷെ പറയരുത്, ഒന്നുകൂടെ നിർബന്ധിക്കട്ടെ. ഒന്നുമില്ലടാ. ഫുഡ് വന്നിട്ടുണ്ടേ, കഴിക്കാം. പൊട്ടിക്ക് അങ്ങോട്ട് വിശക്കുന്നു. എൻ്റെ അടുത്ത് ഇപ്പൊ ചോദിക്കും. പടാ കഴിക്കാം. ഇപ്പൊ പോയി കഴിച്ചാൽ എനിക്ക് ഡിപ്രഷൻ ഇല്ലാത്തവന്മാര് കരുതുന്നു. വേണ്ട, നിങ്ങൾ കഴിച്ചോ. ഇപ്പൊ കഴിച്ചാൽ എനിക്കൊന്നും ഇറങ്ങൂല. എന്നാ നീ പിന്നെ ഓർഡർ ചെയ്ത് കഴിച്ചോ, ഞങ്ങൾ കഴിച്ചോളാം. ഇവന്മാർക്ക് ഒരു കൂട്ടുകാരന്മാരാണ്. അപ്പം ഇവന്മാർക്കൊന്നും ഡിപ്രഷന്റെ വില അറിഞ്ഞൂടാ. അന്ന് ഡേറ്റിന് വിട്ടെല്ലാം നടന്ന ഞങ്ങള് ബീച്ച് മൊത്തം നടന്നു. മണ്ടൻ. ഒന്ന് മൈൻഡ് ആക്കടാ. എന്തടാ? ഒരുത്തൻ ആത്മഹത്യ ചെയ്യാൻ അധിക സമയമൊന്നും വേണ്ട, അറിയോ? അറിഞ്ഞൂടാ, നമ്മളിതുവരെ ചെയ്തു നോക്കിയിട്ടില്ലല്ലോ. ബിലാലേ, ഒരുത്ത തൊണ്ടകൊട്ടി രാമായണം വായിക്കുമ്പോഴല്ല അടുത്തിരുന്ന് ബാലരമ വായിക്കേണ്ടത്. രാമായണമൊക്കെ വായിക്കൂടാ നീ? എടാ, എനിക്ക് ഒരു കുന്നു പ്രശ്നമുണ്ട്. ഞങ്ങള് ചോദിച്ചല്ലേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്ന്. അന്ന് പ്രശ്നം ചോദിച്ചോടനെ പറയാൻ പറ്റുമോ? നിർബന്ധിക്കണം. നിർബന്ധിക്കാനാ? ഇതെന്തോന്ന് ഞങ്ങളുടെ പ്രശ്നം? എടാ, ഞാൻ ഡിപ്രഷനിലായി, കോമയിലായി പോയ എന്റെ വീട്ടുകാർക്ക് ആരുണ്ടാ? നീ ഇങ്ങ വന്നേ. നീ വാ ഇവിടെ കിടപ്പാ, നടക്കടത്താ. ലൈറ്റ് അങ്ങ് ഓഫ് ചെയ്യ്. ഒന്നുമില്ല കേട്ടോ. ഇനി പറ, എന്തോ നിന്റെ പ്രശ്നം? പുറത്തിറങ്ങിയപ്പോ ഞാൻ ഒരാളെ നോക്കി ചിരിച്ചേ, പക്ഷെ അയാള് തിരിച്ച് ചിരിച്ചില്ല. ചിരിച്ചില്ലെന്ന് പറഞ്ഞ ഡിപ്രഷൻ ആവൂ? ഇത് കേട്ടെ എനിക്ക് ഡിപ്രഷനായി.